ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അവർ വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തന്നെ അജ്മീറിൽ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് വന്നു. അജ്മീറിന്റെ നേരെ അങ്ങോട്ട് മുകളിലേക്ക് കയറിയാൽ ഒരു സ്ഥലം കാണുന്നുണ്ട്. ആ സ്ഥലത്ത് വന്നിട്ടുണ്ട് ആര്? അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട്. അവിടെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വന്നിരുന്ന സ്ഥലമാണ്. കയറിയാൽ പടവുകൾ കയറിപ്പോയാൽ ഒരു പള്ളി കാണുന്നുണ്ട്. ആ പള്ളി അവിടെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് വന്ന സ്ഥലമാണത്. 57 ദിവസം കൂടെ ഒരു ഗുഹയിൽ താമസിച്ചു എന്ന് ചില താരീഖുകൾ കാണുന്നുണ്ട്. അധികാരമൊക്കെ ഏറ്റെടുത്തുള്ള ആ യാത്രയിലിടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം. ബഹുമാനപ്പെട്ടവരുടെ വജ്ദ് സമാഇന്റെ ആളായതുകൊണ്ട് പാട്ട് കച്ചേരി ചെയ്തു കൊടുത്തു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബ് അല്ലാഹുവിനെ പറ്റിയുള്ള ഇഷ്ഖിന്റെ ദർവേശേ ഖുദാ മസ്ത് നശർഖി ഹേ നഗർബി എന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞതുപോലെ ദർവേശേ ഖുദാ മസ്ത്, ദൈവിക പ്രേമം മത്ത് പിടിക്ക തലയിൽ. അവർക്ക് ഒരന്തുണ്ടാവില്ല, അവര് അള്ളാഹ് നല്ലത്തിന് ചിന്ത ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവരുടെ നോമ്പ് തന്നെ മുറിയൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൊന്നും വേണ്ട. അള്ളാഹ് എന്ന വിചാരം തെറ്റിപ്പോയാൽ ദർവേശിമാര് നോമ്പ് മുറിയുന്ന മനസ്സിലായില്ല. നമ്മളെ നോമ്പ് പെട്ടെന്നൊന്നും മുറിയില്ല, കുറെ നേരം വൈകാലും മുറിയും. ദർവേശിന്റെ നോമ്പ് അള്ളാഹ് എന്ന ചിന്ത ഒഴിവായാൽ ദർവേശിന് നോമ്പ് മുറിയും. അവര് അള്ളാഹ് നല്ലാത്ത പറയുന്നത് പൂർണ്ണമായി അള്ളാഹു എന്ന ചിന്തയിലാണ് ലയിച്ചുക, വേറൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇത് മാത്രം ആ അവസ്ഥയിലേക്കാണ് വരിക. ആ അവസ്ഥ അല്ലാത്തൊരു കാര്യത്തെ അവർ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ സമാന് വന്നിട്ട് എന്ത് ചെയ്തു? മമ്പറത്ത് വന്നിട്ട് ഇമാമിന്റെ കീഴിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തിട്ട് ഇമാമിനെ മഅ്മൂമായി തുടർന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? കയ്യയച്ച് പുറത്തു പോയിട്ട് ളുഹർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞു. ഇതെന്ത് പരിപാടിയാണ്, ഇതെന്ത് കാര്യമാണ്? ഞങ്ങളുടെ ഇമാമിനെ തുടർന്നിട്ട് പിന്നെ അയച്ചു പോയിട്ട് പുറത്ത് ളുഹർ നിസ്കരിച്ചല്ലോ, ഇതെന്താണെന്ന് പറഞ്ഞു. ചാണകമണക്കാണ് ഇമാമിനെ, അതുകൊണ്ട് എനിക്ക് ഇമാം തുടരാൻ കഴിയില്ല, ഇമാമത്തിന് താമായിട്ടില്ല, നജസ് വാസനിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് അത്ഭുതം ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ കാൽക്കലേക്ക് വീണു ഇമാമ്. സംഭവം അബദ്ധാണ്, സത്യം തന്നെയാണ്. എൻ്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ചയാണ് പ്രസവിച്ചത്, അതുകൊണ്ട് അഖീഖത്ത് അറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതോടുകൂടെ എൻ്റെ മനസ്സിലേക്ക് എവിടുന്നാ ഇനിയിപ്പോ ഒരു അഖീഖത്തിന് ഒരു മൂരിക്കുട്ടിയെ കിട്ടാന്നുള്ള ചിന്തയായി പോയി. പിന്നെ ഞാൻ അങ്ങനെ കൊടിഞ്ഞി ചെമ്മാട് ഭാഗത്തെ ഏരിയ കൂടെ അങ്ങനെ തെരഞ്ഞു സലാം കൂട്ടുന്നവരെ. സംഭവം അബദ്ധാണ്. അതാണ് ഇവിടുന്ന് പറഞ്ഞത്. അതാ പറഞ്ഞ അവർക്ക് മസ്ത് പിടിച്ചവര്, അവർക്ക് അള്ളാഹ് എന്ന ചിന്ത ഒഴിവായി അവർ നിസ്കാരം നോമ്പ് മുറിഞ്ഞു. അള്ളാണ്, അവർക്ക് ചിന്ത വേറൊന്നുമില്ല. ഇമാമ് പറഞ്ഞു പറ്റിയത് എന്റെ കയ്യിൽ തന്നെയാണ്. ഇമാമിനെ പറ്റി പറഞ്ഞ ചാണകം മണക്കണ ഇമാമായതുകൊണ്ട് ഞാൻ തുടർന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്ലോറിസ്കരിച്ചത്. ആര് പറഞ്ഞു? ഇന്നിപ്പോ പറയുകയാണെങ്കിൽ ഒരു ഇമാമിന്റെ കയ്യിലും മമ്മൂമിന്റെ കയ്യിലും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ചാണകം മണക്കാത്ത ഒരാളും ഇല്ല, ഒക്കെ ചാണകത്തിലായിരിക്കും. പിന്നെ എല്ലാവർക്കും ഭ്രാന്താവുമ്പോ ഒരാൾക്ക് ഭ്രാന്താന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. മൊത്തം ആളുകൾക്ക് ഭ്രാന്താവുമ്പോൾ ഒരു ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ല. കാരണം ഭ്രാന്താശുപത്രിയിൽ പോയി 10-25 ആളുകളൊക്കെ ഒരുപോലെ നല്ല നിലക്ക് ജീവിച്ചു പോകുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഭ്രാന്തുമാണ്. ഇന്നത്തെ പൊതു ലോകത്തിന്റെ അവസ്ഥ പറഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്താണ്. അത് അവർക്ക് ദുന്യാവിൽ ഭ്രാന്തായി പോയതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ലോകം അങ്ങനെയാണ്, അള്ളാഹു നമ്മെ കാക്കട്ടെ. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ടവർ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുമായി കണ്ടുമുട്ടി 57 ദിവസം താമസിച്ചിട്ടുണ്ട്. ആ സംഭവത്തിന്റെ ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഖദമി അലാ റഖബത്തിൽ ഔലിയാഇ തുറാ. തഫ്രീഹുൽ ഖാത്തിറിൽ ഒരു സംഭവം കാണുന്നുണ്ട്. തഫ്രീഹുൽ ഖാത്തിറിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഖദമി അലാ റഖബത്തിൽ ഔലിയാഇ തഫ്രീഹുൽ ഖാത്തിറാണ്. തഫ്രീഹുൽ ഖാത്തിറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. لما قال الغوث العظم بأمر الله قدمي هذه على رقبة كل ولي لله وضع جميع الأولياء رقابهم وكان خواجة معين الحق والدين في ذلك الوقت من الشبان مجاهدا مرتالا في غار جبل من بلدة خراسان. فبمجرد اطلاعه على هذا الامر الالهي بادر الى تقديم انحناء راسه عن سائر الاولياء ووضع راسه على الارض وقال بل على راسي. ബഹുമാനപ്പെട്ട അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബഹുമാനപ്പെട്ട അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഖദമി അലാ റഖബാത്തിൽ ഔലിയായി, എല്ലാ ഔലിയാക്കാരുടെയും പെരടിയുടെ മുകളിലാണ് എന്റെ കാൽ എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ
അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ തല ഒന്ന് താഴ്ത്തി കൊടുത്തു ബഹുമാനപ്പെട്ടവർക്ക്. പക്ഷേ ബഹുമാനപ്പെട്ടവര് ഖാജ എന്ത് ചെയ്തു? ചെറുപ്പക്കാരനായിരുന്നു. മുജാഹിദൻ മുർത്താദൻ ഫീ ഗാരി ജബലി മിൻ ബൽദത്തി ഖുറാസാൻ. ഖുറാസാനിലെ ഒരു മലയിൽ ഒരു ഗുഹയിലെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഇബാദത്ത് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ബഗ്ദാദിൽ പറയുന്നത് ഖുറാസാനിലാണ് ബഹുമാനപ്പെട്ട ഒരു ബഗ്ദാദിലാണ് ഈ വാക്ക് പറയുന്നത്. فبمجرد اطلاعه على هذا الامر الالهي بادر الى تقديم انحناء راسه عن سائر الاولياء ووضع راسه على الارض. വീണുപോയി, തലകുത്തി വീണുപോയി. എന്റെ തലയിലാണ്, എന്റെ പെരടിയുടെ മേലും എന്റെ തലയുടെ മേലും എന്റെ പെരടിയുടെ മേൽ മാത്രമല്ല എന്റെ തലയുടെ മുകളിൽ വരെ അവരുടെ കാലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖാജ പറഞ്ഞു. ആ ഒരൊറ്റ സ്ഥാനം കൊണ്ട്, അദബിന്റെ സമുന്നതമായ അദബ് കൊണ്ട് ഈ ചെറുപ്പക്കാരൻ ലോകത്തെ ഒരു ഔലിയാക്കളും എത്തിക്കാൻ കഴിയാത്ത സ്ഥാനത്തെത്തും, വലിയനും എത്തിക്കാൻ കഴിയാത്ത സ്ഥാനത്തെത്തുമെന്ന് പിന്നീട് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ വിശദമായി ഇവിടെ പറയുന്നുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. അങ്ങനെ നേരെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ വരികയാണ്. നേരെ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം പിന്നെ ബഹുമാനപ്പെട്ടവർ നേരെ വരികയാണ്, അജ്മീറിലേക്ക് വരികയാണ്. മക്കയിൽ വന്നു. ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു. ആ സമ്മതം കിട്ടി. നേരെ പോവുകയാണ്. നേരെ പിന്നെ ബഹുമാനപ്പെട്ടവർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഡമസ്കസിലേക്ക് പോയി, ഷഡ്മാനിൽ പോയി, ബൽഖയിൽ പോയി, ബുഖാറയിൽ പോയി, ഗസ്നീനിൽ പോയി, കണ്ടഹാറിൽ, മുൽത്താനിൽ വഴി നേരെ ഡൽഹിയിലേക്ക് പ്രവേശിച്ചു. ഡൽഹിയിൽ പ്രവേശിച്ചപ്പോൾ ഡൽഹിയിലെ പരിസരത്തുള്ള ആളുകൾ മുഴുവൻ മുസ്ലിമായി. ബഹുമാനപ്പെട്ടവരുടെ ആ ഒരൊറ്റ ദർശനം കൊണ്ട് തന്നെ ഡൽഹിയുടെ പരിസരം മുഴുവൻ മുസ്ലിമായി എന്ന ചരിത്രം. ആദ്യം വന്ന് ഡൽഹിയിലാണ്. കണ്ടഹാർ, മുൾത്താൻ വഴി നേരെ പാകിസ്ഥാനിൽ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നേരെ ഡൽഹിയിലേക്ക് കയറി. അന്ന് അവിഭക്ത ഇന്ത്യയാണ്. വന്നു. പഴയ കാലത്താണ്. വളരെ ഹിജ്റ 580 ശേഷമുള്ള സംഭവമാണ് ഈ പറയുന്നത്. നേരെ ഒന്ന് അവിടെ വെച്ച് പിന്നെ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ അനവധി ആളുകൾ മുസ്ലിമായി. ഡൽഹിയിൽ നിന്ന് നേരെ അജ്മീറിലേക്ക് പുറപ്പെട്ടു. അന്ന് അജ്മീർ ഭരിക്കുന്നത് കിസ്റയെ പോലെ കരുത്തുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. വലിയ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ കിസ്റയുടെ അധികാരം പോലെയുള്ള സമുന്നതമായ അധികാരമുള്ള ഒരു ആളായിരുന്നു അക്കാലത്ത് അജ്മീർ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് പൃഥ്വിരാജ് ചൗഹാൻ എന്നാണ്. അയാൾ അന്ന് അജ്മീർ ഭരിച്ചിരുന്നത്. ഒരു ഫഖീർ ഇവിടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. സിഫത്തുഹു വസൂറത്തുഹു കദാ വകദാ എന്ന് ജ്യോത്സ്യന്മാർ നേരത്തെ തന്നെ ഇയാളോട് പറഞ്ഞിരുന്നു. പൃഥ്വിരാജ് ചൗഹാനോട് പറഞ്ഞിരുന്നു. പൃഥ്വിരാജ് ചൗഹാന്റെ പ്രത്യേകത എന്താണെങ്കിൽ ഈ ജ്യോത്സ്യന്മാരെ കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ സ്ഥാനം അദ്ദേഹം നിലനിർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ വലിയ ഒരു ദേവിയും വലിയ ഒരു ജ്യോത്സ്യയും ആയിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ തന്നെ, പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ തന്നെ. പക്ഷേ പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ നേരത്തെ പറഞ്ഞിരുന്നു, 10 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു ആ ചരിത്രം. മോനെ, ഇവിടെ അറേബ്യയിൽ ഒരു ഫക്കീർ വരുന്നതായിട്ട് എനിക്ക് ലക്ഷണം കാണുന്നുണ്ട്. ആ അറേബ്യയിൽ വന്ന ഫക്കീർ നമ്മുടെ നാട്ടിന്റെ ഗതി അട്ടിമറിക്കും. നിന്റെ ഭരണകൂടം അത് വഴി നഷ്ടപ്പെടും. പക്ഷേ ആ മനുഷ്യൻ വന്നാൽ ഒരിക്കലും നീ അമാന്തിച്ച് നിൽക്കരുത്. ആ മനുഷ്യന്റെ കൈ പിടിച്ച് ആ മനുഷ്യൻ കൽപ്പിക്കുന്നത് പോലെ ചെയ്യണേ എന്ന് പറഞ്ഞിരുന്നു. എങ്ങാനും ആ കാലഘട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കാൽ ചുവട്ടിലുള്ള മണ്ണ് ഞാൻ ചുംബിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ പൃഥ്വിരാജിനോട് ഉപദേശിച്ചിരുന്നു. പക്ഷേ അത് അയാൾക്ക് ഒന്നുകൂടി ദേഷ്യവും ഒന്നുകൂടി കിബറും കൂട്ടി എന്നല്ലാതെ ഒരു മാറ്റം ഉണ്ടായില്ല. وقالوا هذا الفقير سبب لهلاكك وفناء دولتك فأوقف الملك രാജാവ് في جميع الحدود مراقبين. രാജാവ് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? പരമാവധി നിരീക്ഷകന്മാരെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അതിർത്തികളിൽ വിന്യസിപ്പിച്ചു. അങ്ങനത്തെ ഒരു ഫക്കീർ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യക്ക് കയറി.
ചതിയിലകപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ജയിലിലടക്കണം എന്ന് കൽപ്പന കൊടുത്തു അതിർത്തിയിലെ കാവൽക്കാർക്ക്. ലാബിൽ മുആറത്തി വൽ മുഖാബല, എതിരിടാനൊന്നും പോണ്ട, എതിരിട്ടാൽ നമ്മൾ ഒരു പക്ഷെ ജയിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നമ്മളെ വരുതിയിലാക്കിയിട്ട് ജയിലിലടക്കണം എന്ന് നേരത്തെ തന്നെ നിരീക്ഷകന്മാർക്ക് അദ്ദേഹം കൽപ്പന കൊടുത്തിരുന്നു. فعلم الله سبحانه وتعالى الشيخ بهذه المؤامرة وتوجه بالاعتبار شيء الى الدهلي. ആരും അറിയാതെ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക്